ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്കറിയാം 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ബാക്കി സ്റ്റേജുകളിലെ എക്സാമുകൾ വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സാം ഉള്ള ഉദ്യോഗാർത്ഥികളെ ഏതെല്ലാം ഭാഗങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ 10th പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിൽ നിന്ന് വന്ന പ്രധാന ചോദ്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഏതൊക്കെ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ആ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ നോക്കിക്കൊള്ളുക. ഈ ചോദ്യം വന്നത് 9ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററിൽ നിന്നാണ് അല്ലെ. വിസർജനം, ആന്തര സമസ്ഥിതി, പാലനം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. ഇത്രേ ഉള്ളൂ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളും ഉണ്ട്, വൃക്കയിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുവരുന്ന കുഴലുകളും ഉണ്ട്. ആണോ? വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന ഈ കുഴലുകളെ, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേര്, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേര് വൃക്കാധമനി എന്നാണ്. ആണോ? അപ്പൊ എന്താണ് വൃക്കാധമനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ്. അത്തരത്തിൽ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേര് വൃക്കാധമനി എന്നും, ഇനി വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളുണ്ട്, അത്തരത്തിൽ വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേര് വൃക്കാസിരയും എന്നാണ്. അപ്പൊ ആ ഡിഫറൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. വൃക്കാധമനിയും വൃക്കാസിരയും, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന വൃക്കാധമനിയും വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുവരുന്ന വൃക്കാസിരയുമാണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ആണോ? അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങളിപ്പോ കിട്ടിക്കാണും അല്ലെ. എന്താണ്? വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴൽ ഏതാണ് എന്നുള്ളതാണ്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നത് ഏതാണ്? വൃക്കാധമനികളാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നത്. വൃക്കാസിര എന്താണെന്ന് പറഞ്ഞു. വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് വൃക്കാസിര എന്ന് പറയുന്നത്. പിന്നീട് അധോ മഹാസിരയും ഊർധ മഹാസിരയും അല്ലെ, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ, അത് നമ്മുടെ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത രക്തക്കുഴലുകളാണ് എന്ത്, ഈ അധോ മഹാസിരയും അതേപോലെ ഊർധ മഹാസിരയും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു ചോദ്യം വന്ന ചാപ്റ്ററിന്റെ പേര് മറക്കണ്ട. വിസർജനം, ആന്തര സമസ്ഥിതി, പാലനത്തിന് 9ാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന്, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ഒട്ടനവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. ഓൾറെഡി തന്നെ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന കരളാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയ പുറന്തള്ളുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയയെ പുറന്തള്ളുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്കകളാണ്. ആ ടൈപ്പ് ചോദ്യങ്ങളും അതിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോളുക. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയാൻ നോക്കാം. ചോദ്യം ഇതാണ്, ചെറുകുടലിനകത്തെ പോഷകാകീർണത്തിലുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ് എന്നുള്ളതാണ്. ആണോ? അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന, ചെറുകുടലിലെ ആകീർണത്തിന് സഹായിക്കുന്ന ഭാഗം, അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ, അതിന്റെ സർഫസ് ഏരിയ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ് എന്നുള്ളതാണ്. പത്രത്തിലെ ചെറുകുടലിലെ വിരലുകൾ കാണപ്പെടുന്ന ആ ഒരു ഭാഗം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വില്ലസുകൾ എന്ന് പറയുന്നത് അല്ലെ. ആ വില്ലസുകളാണ് അതിന്റെ എന്ത്, അബ്സോർപ്ഷന്റെ സർഫസ് ഏരിയ, പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുകുടലിൽ കാണപ്പെടുന്ന അല്ലെ വിരൽ പോലുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, വില്ലസുകള്. അതാണ് ആകീർണത്തിനുള്ള ആ സർഫസ് ഏരിയ വർദ്ധിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത ഓപ്ഷനുകൾ ഡെൻഡെയിൻ എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ പല്ലിന്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഡെൻഡെയിൻ. ആക്ച്വലി പല്ലിന് ഒരുപാട് ഭാഗങ്ങൾ, ഇനാമൽ ഉണ്ട്, ഡെൻഡെയിൻ ഉണ്ട്, പൾപ്പ് ക്യാവിറ്റി ഉണ്ട്, സിമന്റം ഉണ്ട്. അപ്പൊ അത്തരത്തിൽ പല്ലിന്റെ ഒരു ഭാഗമാണ് ഡെൻഡെയിൻ എന്ന് പറയുന്നത്. അതേപോലെ ആൽവിയോളകൾ അല്ലെ, ആൽവിയോളകൾ നമ്മുടെ ലങ്സിൽ കാണപ്പെടുന്ന എയർ സാക്കുകൾ, വായു അറകൾ. ആ വായു അറകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോള എന്ന് പറയുന്നത്. പിന്നെ ലെന്തി സെൽസ് എന്ന് പറയുന്നത്, ലെന്തി സെല്ലുകൾ എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ പ്ലാന്റിന്റെ എല്ലാം കാണ്ഡത്തില്, സസ്യങ്ങളുടെ കാണ്ഡത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരമാണ് എന്ന് പറയുന്നത് ഈ ലെന്തി സെൽസ് എന്ന് പറയുന്നത് കൂടി മനസ്സിലാക്കുക. ഇവിടെ ആ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? വില്ലസുകളാണ് അതിന്റെ ആൻസർ അല്ലെ. ചെറുകുടലില് ആകീർണത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്ലസുകളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥയാണ്?
ഹോർമോൺ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് അല്ലെ. ഹോർമോണുകളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്താണ്. നമുക്കറിയാം അല്ലെ, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. ഗ്രോത്ത് ഹോർമോൺ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൊമാറ്റോട്രോപ്പിൻ. ആ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ വളർച്ച കൂടുന്നു. ആ വളർച്ച കൂടുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. സൊമാറ്റോട്രോപ്പിൻ അഥവാ വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം വളർച്ചാ കാലഘട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ വളർച്ച കൂടുന്നു. ആ അവസ്ഥയെ ഭീമാകാരത്വം അഥവാ ജൈജാൻറ്റിസം എന്ന് വിളിക്കുന്നു. ഇനി സൊമാറ്റോട്രോപ്പിൻ അഥവാ വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം വളർച്ചാ കാലഘട്ടത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച കുറയുന്നു. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേര് വാമനത്വം അഥവാ ഡ്വാർഫിസം എന്നാണ്. വളർച്ച കൂടിയാൽ ഭീമാകാരത്വം, വളർച്ച കുറഞ്ഞാൽ വാമനത്വം അഥവാ ഡ്വാർഫിസം. ഇനി വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം നമുക്കറിയാം, നമുക്കൊരു വളർച്ചാ കാലഘട്ടമുണ്ട്. ആ വളർച്ചാ കാലഘട്ടം കഴിഞ്ഞും കൂടുന്നു. ഒരു 19-20 വയസ്സായി പ്രായപൂർത്തിയായി കഴിഞ്ഞും കൂടുന്നുവെങ്കിൽ നമ്മുടെ ഫിംഗർ, ജോ തുടങ്ങിയ ഭാഗങ്ങൾ മാത്രം വളരുന്നു. ആ രോഗത്തെ വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി. ഇത് പലതവണ PSC ആവർത്തിച്ച ചോദ്യമാണ് നമ്മുടെ ഹോർമോൺ 10th ഹോർമോൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഭീമാകാരത്വം എന്താണ്, വാമനത്വം എന്താണ്, അക്രോമെഗാലി എന്താണ് എന്ന്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞേ, ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥയാണ്. ഭീമാകാരത്വം എന്ന് പറയുന്നത് ഏത് ഹോർമോൺ? വളർച്ചാ ഹോർമോൺ ആണ്. ആ വളർച്ചാ ഹോർമോണെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. ബാക്കി ഹോർമോണുകൾ വാസോപ്രസിൻ അല്ലെ, നമ്മുടെ ലവണ ജല സന്തുലനത്തിൽ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് വാസോപ്രസിൻ എന്ന് പറയുന്നത് അല്ലെ. ADH ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നും അറിയപ്പെടുന്നതും അത് ഇമ്പോർട്ടന്റ് ആണ്. ADH അഥവാ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസോപ്രസിൻ ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് തൈറോക്സിൻ, തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ എന്ന് പറയുന്നത് അല്ലെ. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് തൈറോക്സിൻ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ആ രാസപ്രവർത്തനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം അല്ലെങ്കിൽ അനബോളിസം, ഉപാപചയ പ്രവർത്തനം എന്ന് പറയും അല്ലെ. രാസപ്രവർത്തനങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ. ആ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ ആണ്. തൈറോക്സിൻ എന്ത് ചെയ്യുന്നു? ഉപാപചയം ആണോ? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ്. പിന്നീട് അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോൺ ആണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത് അല്ലെ. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇതാണ് എന്ത്? അടിയന്തര ഹോർമോൺ അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു. ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അഡ്രിനാലിൻ അറിയപ്പെടുന്ന ഹോർമോണാണ് എന്തെന്ന് പറയുന്നത്? എമർജൻസി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നോക്കിക്കൊള്ളുക, വാസോപ്രസിൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ADH അല്ലെങ്കിൽ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ, ലവണ ജല സന്തുലനം സാധ്യമാക്കുന്നു. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോൺ ആണ് തൈറോക്സിൻ, അത് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അഡ്രിനാലിൻ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നു. സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഹോർമോൺ ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഹോർമോൺ എന്ന് പറയുന്ന പോർഷൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോണുകൾ ഉണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് ആ ചാപ്റ്റർ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? വിട്രിയസ് ദ്രവം ഓക്കെ ആണോ? അതെവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന ഒരു ദ്രാവകമാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. ആക്ച്വലി കണ്ണ്, നമ്മുടെ ലെൻസ് ഉണ്ട് അല്ലെ, ലെൻസ് ഉണ്ട്. ഇത് നമ്മുടെ കണ്ണ് അല്ലെ. ഇവിടെ കോർണിയ, ഇത് കോർണിയ ആണെന്ന് മനസ്സിലാക്കുക. ഇത് കോർണിയ ആണോ? ഇത് റെറ്റിന. കണ്ണിന് ആക്ച്വലി 3 ലെയേഴ്സ് ഉണ്ട് അല്ലെ. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന എന്ന് പറയുന്ന 3 ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം പറയുകയാണ്. നമ്മുടെ കണ്ണിൽ ഒരു ലെൻസ് ഉണ്ട്. ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആണ്. ഇനി നോക്കിക്കൊള്ളുക, പ്രധാനമായിട്ടും 2 ലെയേഴ്സ് ഉണ്ട്, 2 ലെയറുകളുണ്ട്, 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? അക്വസ് ചേംബർ, ഈ ഒരു ചേംബർ, ഏത് കോർണിയയ്ക്കും, ഇതാണ് കോർണിയ, കോർണിയയ്ക്കും ലെൻസ്, ഇത് ലെൻസ്.
കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള ആ ഒരു ചേമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേര് അക്വസ് ചേമ്പർ എന്നാണ്. അക്വസ് ചേമ്പർ ആണോ? കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള ചേമ്പർ, കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള ചേമ്പറിനെ അക്വസ് ചേമ്പർ എന്നും, അതേപോലെ റെറ്റിനയ്ക്കും ലെൻസിനും ഇടയിലുള്ള ചേമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേര് വിട്രിയസ് ചേമ്പർ എന്നുമാണ്. 2 ചേമ്പറുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ചേമ്പർ ലെൻസ്, ഇതാണ് ലെൻസ്. ഈ ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന ആ ചേമ്പറിനെ അക്വസ് ചേമ്പർ എന്നും, ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന ആ ചേമ്പറിനെ വിട്രിയസ് ചേമ്പർ എന്നും പറയുന്നു. പാത്രത്തില് അക്വസ് ചേമ്പറും വിട്രിയസ് ചേമ്പറും. അക്വസ് ചേമ്പറിനുള്ളിൽ അക്വസ് ഫ്ലൂയിഡും വിട്രിയസ് ചേമ്പറിനുള്ളിൽ വിട്രിയസ് ഫ്ലൂയിഡും ആണ് കാണപ്പെടുന്നത്. ആണോ? അക്വസ് ചേമ്പറിനുള്ളിൽ അക്വസ് ഫ്ലൂയിഡും വിട്രിയസ് ചേമ്പറിനുള്ളിൽ വിട്രിയസ് ഫ്ലൂയിഡും. നമ്മുടെ കണ്ണിലെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷണവും നൽകുക എന്നുള്ളതാണ് ഈ അക്വസ് ചേമ്പറിന്റെ ധർമ്മം. അത് പഠിക്കുക. ഇനി വിട്രിയസ് ചേമ്പറിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക? കണ്ണിന് ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മുടെ കണ്ണിന് ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിട്രിയസ് ചേമ്പറിലുള്ള ദ്രാവകമായിട്ടുള്ള വിട്രിയസ് ഫ്ലൂയിഡുകളാണ്. അപ്പൊ അത് വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കി പഠിക്കുക അല്ലെ. എന്താണ് അക്വസ് ചേമ്പർ? എന്തിനിടയിലാണ്? കോർണിയക്കും ലെൻസിനും ഇടയിൽ അക്വസ് ചേമ്പറും, വിട്രിയസ് ചേമ്പർ എന്താണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ വിട്രിയസ് ചേമ്പറുമാണ്. അക്വസ് ചേമ്പർ കണ്ണിലെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷണം നൽകുന്നുവെങ്കിൽ വിട്രിയസ് ചേമ്പർ കണ്ണിന് അതിന്റെ ആകൃതി നിലനിർത്തുവാനായിട്ട് സഹായിക്കുന്നു അല്ലെ. ഇപ്പോൾ ഇവിടെ ചോദിച്ചാൽ വളരെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചില്ല, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ചോദിച്ചത്. വിട്രിയസ് ദ്രവം മനുഷ്യന്റെ ഏത് ശരീരത്തിലെ അവയവത്തിലാണ് കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഏതവയവമാണ്? ഏതാണ്? നമ്മുടെ കണ്ണിലാണ് കാണപ്പെടുന്നത് അല്ലെ. അക്വസ് ചേമ്പറും വിട്രിയസ് ചേമ്പറും അല്ലെ, അക്വസ് ദ്രാവകവും വിട്രിയസ് ദ്രാവകവും കാണപ്പെടുന്നത് കണ്ണിലാണ്. ഈ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലൂറയാണ് എന്ന് മനസ്സിലാക്കുക. ചെവിയുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട്. കോക്ലിയ ഏത് ഭാഗമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കോക്ലിയ എന്ന് പറഞ്ഞാൽ ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതാ. അതേപോലെ ചോദിച്ചിട്ടുണ്ട് ഓർഗൺ ഓഫ് കോർട്ടി അപ്പൊ ഓർഗൺ ഓഫ് കോർട്ടി എന്ന് പറയുന്നതും ഏത് ഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി വൃക്കയുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട്. വൃക്കയുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്കയുടെ അടിസ്ഥാന ഘടകം അല്ലെ, വൃക്കയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? നെഫ്രോണുകളാണ്. നെഫ്രോൺ ആണ്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗം പ്ലൂറ അല്ലെ. അക്വസ് ചേമ്പറും വിട്രിയസ് ചേമ്പറും കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. കോക്ലിയ ഓർഗൺ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് ചെവിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നെഫ്രോണുകൾ കാണപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്കയിലെ എന്താണ്? വൃക്കയിലെ അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ വൃക്കയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഒക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെഫ്രോണുകളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? യെസ്, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? നമ്മുടെ ഫൈവ് ക്ലാസിഫിക്കേഷൻ അല്ലെ, RS വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത ഫൈവ് ക്ലാസിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. 8ാം ക്ലാസ്സിൽ നിന്ന് വന്ന ചോദ്യമാണ് അല്ലെ. ഫൈവ് ക്ലാസിഫിക്കേഷൻ മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അതിൽ മൊണീറിയൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് എന്ത്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ ഉൾപ്പെടുന്ന വിഭാഗം അല്ലെങ്കിൽ കിണ്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊനീറയാണ്. അടുത്ത ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ അമീബയാണ്. ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ അത് പ്രോട്ടിസ്റ്റയിലാണ് വരുന്നത്. അടുത്തത് സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായിട്ടുള്ള ഏകകോശ ജീവികൾ അല്ലെങ്കിൽ പരപോഷ ജീവി ബഹുകോശ ജീവികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമിളുകൾ, കൂണുകൾ, അത് ഫംഗസിലാണ് വരുന്നത്. അതേപോലെ സ്വപോഷികൾ, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവരാണ് സ്വപോഷികൾ അഥവാ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. സഞ്ചാരശേഷി ഇല്ലാത്തതുമായിട്ടുള്ള ബഹുകോശ ജീവികളാണ് സസ്യങ്ങൾ അല്ലെ, പ്ലാന്റയിൽ വരും. ജന്തുക്കൾ പരപോഷികൾ, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി സസ്യങ്ങൾ ആശ്രയിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ട് നമ്മളെ പരപോഷ ജീവികൾ എന്ന് വിളിക്കുന്നു. സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് അവരെ സ്വപോഷ ജീവികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ പരപോഷ ജീവികളും അതേപോലെ സഞ്ചാരശേഷി ഉള്ളതുമായിട്ടുള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജന്തുക്കൾ അല്ലെങ്കിൽ അനിമേലിയാണ്. ഓക്കെ, ഇപ്പൊ നോക്കിക്കൊള്ളുക, നമ്മുടെ ചോദ്യം ഇതാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത
ഏകകോശ ജീവി ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് എന്നുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി ഉൾപ്പെടുന്ന ഇതിലാണ് മൊനീറ. ആക്ച്വലി ന്യൂക്ലിയസ് ഇല്ലാത്ത ബാക്ടീരിയാസിനാണ്. ബാക്ടീരിയസ് ഉൾപ്പെടുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊനീറയാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ. അപ്പൊ അതും വന്നത് SCRTയിലെ 8ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററിൽ നിന്നാണ്. അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അതും വന്ന SCRT ചോദ്യമാണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് എന്നുള്ളതാണ്. ആരാണ് ഇവിടെ എടുത്തു പറയുന്നുണ്ട് അല്ലെ? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാൾട്ടർ ജി റോസൺ എന്ന ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആണ്. വർഷം കൂടി ഓർത്തു കൊടുക്കുക, 1985. അപ്പൊ 1985 വാൾട്ടർ ജി റോസൺ എന്ന ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന പേര് കൊണ്ടുവന്നത്. ഇപ്പൊ ചോദിക്കൊള്ളുക, ചോദ്യം ഇതാണിത്. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നം സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ഡയറക്റ്റ് ചോദ്യം SCRTയിൽ എടുത്തു വന്നിട്ടുണ്ട്. ആരാണ്? വാൾട്ടർ ജി റോസൺ ആണ് അതിന്റെ ആൻസർ എന്ന് മനസ്സിലാക്കുക. വാൾട്ടർ ജി റോസൺ ആണ്. ഇനി ഏണസ്റ്റ് ഹെക്കലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെ, 3 കിങ്ഡം വർഗീകരണം അഥവാ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത ഏണസ്റ്റ് ഹെക്കലാണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൾ ലിനേയസ് ആണ് കേട്ടോ. കാൾ ലിനേയസ് ആധുനിക വർഗീയ ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന കാൾ ലിനേയസ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏണസ്റ്റ് ഹെക്കലാണ്. അടുത്ത ചോദ്യം ഇതാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? ഇതും 8ാം ക്ലാസ്സിൽ നിന്ന് വന്ന ചോദ്യമാണ്. ചോദ്യം നോക്കിക്കൊള്ളുക. സസ്യകലകൾ അല്ലെ, കോശങ്ങൾ ചേർന്നാണ് കലകൾ രൂപപ്പെടുന്നത്. പ്രധാനപ്പെട്ട സസ്യകലകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്നിവയാണ്. അതിൽ പാരൻകൈമ ഏറ്റവും വലുതും ലഘുഘടനയുമുള്ള കോശങ്ങളാണ്. മൃദുവായ സസ്യഭാഗങ്ങൾ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. കോളൻകൈമ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ കോശങ്ങൾ ചേർന്നതാണ്. ആണോ? അടുത്തത് സ്ക്ലീറൻകൈമയിലേക്ക് വരുമ്പോൾ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ആണോ? അത് ക്ലിയർ അല്ലേ? എങ്കിൽ നോക്കിക്കൊള്ളുക ചോദ്യം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കനം കൂടിയ കോശങ്ങൾ ചേർന്ന കല ഏതാണ്? ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ് എന്നുള്ളതാണ്. പാരൻകൈമ അല്ല, കോളൻകൈമ അല്ല, ഫ്ലോയം അല്ല, പിന്നെ ഏതാണ് ആൻസർ സ്ക്ലീറൻകൈമ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ആണോ? സയൻസിൽ നിന്ന് വന്ന, ബയോളജിയിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാം SCRT ബേസ്ഡ് ചെയ്ത ചോദ്യങ്ങളായിരുന്നു അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മളൊന്ന് SCRT ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇനി വരുന്ന 10th പ്രിലിംസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ല മാർക്ക് സയൻസിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും നമ്മളപ്പോൾ പുതിയൊരു ബാച്ച് നമ്മുടെ CPO, WCPO തുടങ്ങിയ ഫോഴ്സിലേക്കുള്ള എക്സാമുകൾ വന്നിട്ടുണ്ട് അല്ലേ? കാരണം യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഒരു നല്ലൊരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. കാരണം ഫോഴ്സിലേക്ക് ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ WCPO വന്നിട്ടുണ്ട്, വുമൺ CPO അല്ലെ, CPO വന്നിട്ടുണ്ട്, ഇന്ത്യൻ റിസർവ്ഡ് ബറ്റാലിയൻ IRBയിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ എക്സൈസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ CEO, ഫയർമാൻ, അങ്ങനെ ഒട്ടനവധി പോസ്റ്റുകളിലേക്കാണ് യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഒരു സുവർണാവസരമാണ് 2025 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ അതിനുവേണ്ടി പ്രാപ്തമാക്കാനായിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് WCPO 90 days പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചിട്ടയോടുകൂടി എന്ത് ചെയ്യുക, നിങ്ങളെ യൂണിഫോം ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, കൃത്യമായിട്ടുള്ള സ്റ്റഡി ടൈം ടേബിളുകൾ, എല്ലാ വീക്കിലും കൃത്യമായിട്ടുള്ള എക്സാമുകൾ എന്നിവയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.